2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഒരു ആവേശം നമ്മളെല്ലാം കണ്ടതാണ്. ശബരിമല സമര സമയത്ത് ഇതാ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു, ഒന്നല്ല രണ്ടല്ല പല മണ്ഡലങ്ങളിലും ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്നായിരുന്നു ബി.ജെ.പി നേതാക്കൾ നാടെങ്ങും നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 3 ലക്ഷത്തിന് അടുപ്പിച്ചുള്ള വോട്ടുകൾ കെ സുരേന്ദ്രൻ നേടുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി.ജെ.പിയുടെ ആവേശം എവിടെ പോയി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ 12 പേരുടെ ഒരു ലിസ്റ്റ് ബി.ജെ.പി പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആകപ്പാടെ നാട്ടുകാർക്ക് അറിയാവുന്ന 2 പേരാണുള്ളത്. കേരളത്തിലെ ബി.ജെ.പിക്കാർക്ക് അറിയാവുന്ന 2 പേര്. ഒന്ന് ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന വി മുരളീധരനും പിന്നീട് കോഴിക്കോട് എം.ടി. രമേശും. ബാക്കി 10 പേര് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ സാധാരണ ബി.ജെ.പിക്കാരൊക്കെ വാ പൊളിച്ച് നിൽക്കുക മാത്രമേ ഉള്ളൂ മാർഗം. തിരുവനന്തപുരത്ത് മുതൽ അങ്ങ് കാസർഗോഡ് വരെ. എന്താണ് ബി.ജെ.പിക്ക് സംഭവിക്കുന്നത്? ഗ്രൗണ്ട് അറിയാത്ത കുറച്ച് കളിക്കാരുമായി ഇത്തവണ ഇറങ്ങാൻ ബി.ജെ.പി തീരുമാനിക്കുന്നത് ശരിക്കും കോൺഗ്രസിനെ സഹായിക്കാനാണോ എന്നൊരു സംശയം. ആ ഒരു ഡീല് എവിടെയോ മണക്കുന്നത് പോലൊക്കെ പലരും പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ബി.ജെ.പി 2ാം സ്ഥാനത്ത് വന്നതാണ്, വലിയ രീതിയിൽ വോട്ട് പിടിച്ചതാണ്. രാജഗോപാൽ 2014 മത്സരിക്കുമ്പോൾ ഏതാണ്ട് 15,000 വോട്ടിനാണ് ബി.ജെ.പി തിരുവനന്തപുരത്ത് തോൽക്കുന്നത്. അവിടേക്ക് ബാംഗ്ലൂരിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയിരിക്കുകയാണ്. നാട്ടുകാർക്ക് ആരാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് ബി.ജെ.പി തമ്മിലൊരു ചെറിയ ബന്ധം മണക്കുന്നതിൽ വലിയ തെറ്റില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുന്ന് നിന്നുള്ള പല കോൺഗ്രസ് എം പിമാരും ബി.ജെ.പിയിലേക്ക് പോകും എന്നുള്ള വളരെ വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് കൊല്ലം മണ്ഡലത്തിൽ ഇതുവരെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് കൊല്ലം മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത്? നരേന്ദ്രമോദിയുടെ ഒരു ചെറിയ മാനസപുത്രനാണ് അവിടെ യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടുന്ന അണിയറ പ്രവർത്തനങ്ങൾ ബി.ജെ.പി ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലത്തൊരു സ്ഥാനാർത്ഥിയെ ബി.ജെ.പിക്ക് പ്രഖ്യാപിക്കാൻ എന്താ ഇത്ര പാട്? കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ എടുത്ത് പരിശോധിച്ചാൽ ഈ രീതിയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ കാണാം. അതിലേറ്റവും പ്രധാനം കൊല്ലത്ത് തന്നെയാണ്. കൊല്ലത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നമുക്കറിയാം കൊല്ലത്തുകാരനായ ഒരു സ്ഥാനാർത്ഥി ബി.ജെ.പിക്ക് വേണ്ടി മത്സരിച്ചിട്ടില്ല. അപ്പോഴെല്ലാം ഒരു യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥിയുടെ ഒരു സമുദായ വോട്ടിന് ഒരു കോട്ടവും വരാൻ പാടില്ല എന്നൊരു ദൃഢനിശ്ചയം ബി.ജെ.പി എടുത്തിട്ടുള്ളതായി കാണും. ഈ പ്രാവശ്യവും അത് തന്നെയാണ്. എല്ലാ 12 മൊത്തവും 16 മണ്ഡലത്തിലാണ് ബി.ജെ.പി മത്സരിക്കുന്നത്. അതിൽ 12 ഇടത്തും പ്രഖ്യാപിച്ചു. പക്ഷേ കൊല്ലത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരുവിധ ധാരണയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഇതെല്ലാം ബി.ജെ.പിയുടെ പ്രവർത്തകരിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിലെടുത്താലും കാസർഗോഡ് മണ്ഡലത്തിലെടുത്താലും കഴിഞ്ഞ തവണയൊക്കെ വലിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും കാസർഗോഡും എല്ലാം തന്നെ. പക്ഷേ അവിടെ ഒന്നും നമുക്കറിയാവുന്ന എത്രയോ പ്രമുഖ ബി.ജെ.പി നേതാക്കൾ കേരളത്തിലുണ്ട്. കുമ്മനം രാജശേഖരൻ തൊട്ട് ബി.ജെ.പിയുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് ഒരു സീറ്റും ഇല്ല. എല്ലാം വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ അറിയപ്പെടാത്ത കുറച്ച് ആൾക്കാരെ വെച്ചൊരു കളി കളിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചില ആൾക്കാർക്ക് പിന്തുണ നൽകുക, പിന്നീട് അവരെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുപോവുക. ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണോ ബി.ജെ.പി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നാം. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ബി.ജെ.പി പ്രവർത്തകർ വലിയ നിരാശയിലാണ്. അവർ പറയുന്നത് നാണംകെട്ട തോൽവിയായിരിക്കും ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ മികച്ച വിജയം, തോറ്റാൽ പോലും മികച്ച വിജയം നേടാൻ മികച്ച വോട്ട് നേടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അതായത് ഒരു കോൺഗ്രസ് ബി.ജെ.പി ബാന്ധവം പല സ്ഥലങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ വളരെ കൃത്യമായ ഒരു പ്ലാനിങ്. ഇപ്പോൾ പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിൽ അനിൽ ആൻ്റണിയെ മത്സരിപ്പിക്കുക എന്ന് പറയുന്നത് ബി.ജെ.പിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 ലക്ഷം വോട്ട്, ഏതാണ്ട് 2,97,000 വോട്ടാണ് സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ പിടിച്ചത്. അപ്പോൾ എല്ലാ മണ്ഡലത്തിലും ബി.ജെ.പിയിലെ പ്രവർത്തകരെ വളരെയധികം നിരാശരാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് വന്നിട്ടുള്ളത്. ഇനി വരാനുള്ള ലിസ്റ്റ് എന്താണ് എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. പ്രത്യേകിച്ചും കൊല്ലത്ത് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായാൽ കേരളത്തിൽ
BJPയുടെ വോട്ടിൻ്റെ കണക്കിൽ വലിയ വ്യത്യാസമുണ്ടാകും, വലിയ കുറവുണ്ടാകും. BJPക്ക് അത് വലിയ നാണക്കേടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് മറ്റൊരു ഗെയിം പ്ലാനിൻ്റെ തുടക്കമാണോ എന്ന് സംശയിച്ചാൽ ആ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല.